ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ദ വേൾഡ് ഓഫ് അഞ്ജു ആൻഡ് നിജു. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കുക്കർ മന്തി റെസിപ്പിയാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ ഞാൻ ഈ മന്തിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ട് തന്നെ കുറേ ഫ്രണ്ട്സൊക്കെ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഈ മന്തിയുടെ റെസിപ്പി പെട്ടെന്നൊന്ന് ഷെയർ ചെയ്യുമെന്ന് വെച്ചിട്ട്. കുറച്ച് ബിസി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇടാൻ പറ്റിയില്ല, കുറച്ച് ഡിലേ ആയി. അപ്പോൾ നമുക്ക് മന്തി എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള ചിക്കൻ പീസാണ്. മന്തി പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനനുസരിച്ച് കട്ട് ചെയ്തിരുന്നതായിരിക്കും. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മാഗി ക്യൂബാണ്. ഇനി എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അത്യാവശ്യം വലിപ്പമുള്ളൊരു കുക്കർ തന്നെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യമുള്ള മാഗി ചിക്കൻ ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 ബോക്സ് മാഗി ചിക്കൻ ക്യൂബ്സ് ആണ് എടുത്തിട്ടുള്ളത്. അതിലൊരു ബോക്സിൽ 2 ക്യൂബ്സ് വീതം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ക്യൂബ്സൊക്കെ നല്ല രീതിയിൽ മെൽട്ടായി വന്നിട്ടുണ്ട്. നമുക്കിതിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ചിക്കൻ വെന്ത് കിട്ടാനുള്ള പാകത്തിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലകളൊക്കെ നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ച് 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രഷർ പോകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്ക് മന്തിക്ക് ആവശ്യമുള്ള അരി റെഡിയാക്കി വെക്കാം. ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് മന്തി ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൈസ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിൽ മസാല തയ്യാറാക്കി എടുക്കണം. മുളകും മഞ്ഞളും ഉപ്പും കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ മസാല റെഡിയാക്കിയിട്ടുള്ളത്. ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള മസാല റെഡിയാക്കുമ്പോൾ ഉപ്പ് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം മാഗി ക്യൂബിൽ ഉപ്പിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് നേരത്തെ ചിക്കൻ വേവിക്കുന്ന ടൈം ഞാൻ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാഞ്ഞത്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം മസാലയിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിതൊന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുന്നതായിരിക്കും. കാരണം ഓൾറെഡി നമ്മൾ വേവിച്ച ചിക്കനാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോഴേക്കും നമുക്ക് മന്തിക്ക് ആവശ്യമുള്ള റൈസ് റെഡിയാക്കി എടുക്കാം. ഒരു കുക്കർ ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഗീ ചേർത്ത് കൊടുക്കാം. ഇനി കഴുകി അരിച്ചു വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അരി ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കാം. നമുക്ക് അടുത്തതായി ആവശ്യമുള്ളത് ടൊമാറ്റോ പേസ്റ്റാണ്. 2 തക്കാളിയാണ് ഞാനിപ്പോൾ ഇവിടെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നേരത്തെ ചിക്കൻ നമ്മൾ വേവിച്ച വെള്ളമാണ്. അത് കളയാൻ പാടില്ല. അതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇതിലാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ചിക്കൻ്റെ വെള്ളവും ഈ ടൊമാറ്റോയും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് റൈസിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. റൈസ് കുക്ക് ചെയ്യുന്ന ടൈം ഞാൻ ഇതിലൊരു 3 പച്ചമുളകും ഒരു ഉണങ്ങിയ ലെമണും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ അത് ഇട്ട് കൊടുക്കണം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അടച്ചു വെച്ച് 1 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിൽ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല. നേരത്തെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാഗി ക്യൂബിൽ ഉപ്പിൻ്റെ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾ വെള്ളം ചേർക്കുന്ന ടൈം ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ട്. പ്രഷർ പോയതിന് ശേഷമാണ് കുക്കർ ഓപ്പൺ ചെയ്യേണ്ടത്. ഇനി ഒരു വലിയ പ്ലേറ്റിലേക്ക് നമുക്ക് ഈ റൈസ് വേവിച്ച് വെച്ച റൈസ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് ചേർത്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ പെട്ടെന്ന് തന്നെ ചൂടാറി കിട്ടുള്ളൂ. കൂടാതെ നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ റൈസ് ഒട്ടിപ്പിടിക്കില്ല. നമുക്കിതൊന്ന് നല്ല രീതിയിൽ ഗാർണിഷ് ചെയ്തെടുക്കണം. നമ്മൾ നോർമൽ ബിരിയാണിയൊക്കെ
ഗാർണിഷ് ചെയ്തെടുക്കുന്ന പോലെ കുറച്ച് ഉള്ളിയും കിസ്മിസൊക്കെ ചേർത്ത് നല്ല രീതിയിൽ ഞാൻ ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് ചിക്കനും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫൈനലി നമ്മളെ മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുക്കർ മന്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.